നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇനി നമുക്ക് അച്ഛൻ നല്ല അടിപൊളി ഡ്രസ്സാ കൊണ്ടുവന്നെ. ചേച്ചിയുടെ സാരിയും കൊള്ളാം. എന്തായാലും ഈ വെഡിങ് ആനിവേഴ്സറി ദിവസം ഇന്ദ്രേട്ടൻ ഞെട്ടിച്ചു. നമ്മളാരും അക്കാര്യം ഓർത്തു പോലുമില്ലല്ലേ. അമ്പിളി ചേച്ചിയുടെ വെഡിങ് ആനിവേഴ്സറി ഇന്നാ. ചേച്ചി പോലും ഓർത്തില്ല. ആര് പറഞ്ഞിട്ട് ഞാൻ ഓർത്തില്ലെന്ന്? ഞാൻ ആ കാര്യം ഇന്നലെ രഘുവിന്റെ അടുത്ത് പറഞ്ഞിരുന്നു. പിന്നെ ഞങ്ങൾ ആഘോഷിക്കുമ്പോ അനുവിന് വിഷമം തോന്നണ്ടല്ലോ എന്ന് കരുതിയാ ആ കാര്യം ആരെടുത്തും മിണ്ടാതിരുന്നത്. ഇന്ദ്രൻ വിളിച്ചത് വെഡിങ് ആനിവേഴ്സറിയുടെ കാര്യം പറഞ്ഞിട്ടാണെന്ന് ഇവിടുന്ന് പോകുമ്പോ പോലും അനു പറഞ്ഞില്ലല്ലോ. പറഞ്ഞിരുന്നെങ്കിൽ രഘുവേട്ടൻ പോകുന്നതിന് മുമ്പേ ഞങ്ങൾ ഏതെങ്കിലും അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചേനെ. അയ്യോ ചേച്ചി, ഞാനത് മനഃപൂർവ്വം പറയാതിരുന്നതല്ല കേട്ടോ. ഇന്ദ്രേട്ടൻ വരാന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും കാരണവശാൽ വന്നില്ലെങ്കിൽ ഞാൻ സ്വയം നാണം കെടുവല്ലോ എന്ന് കരുതിയാ. അത് പോട്ടെ. ഇന്നത്തെ ദിവസം നിനക്ക് ഇന്ദ്രന്റെ കൂടെ അമ്പലത്തിൽ പോവാൻ കഴിഞ്ഞതില് എനിക്ക് സന്തോഷമുള്ളൂ അനു. പക്ഷേ ഇവിടം വരെ വന്നിട്ട് അവൻ ഈ വീട്ടിൽ കയറാതെ പോയതേ അതൊട്ടും ശരിയായില്ല. ഇവിടെ വേറെയും ചില കുഞ്ഞുങ്ങളുണ്ടല്ലോ. വെച്ചുമോനും ഡ്രസ്സ് കൊടുക്കുമ്പോഴേ അവർക്കൂടെ കൊടുക്കണ്ടേന്ന് കരുതിയിട്ടാവും. അയ്യോ ചേച്ചി, അതൊന്നും അല്ല. ഇന്ദ്രേട്ടന് തീരെ സമയമില്ലാത്തതുകൊണ്ടാ. ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും പുറത്തുപോയി മക്കൾക്ക് എല്ലാവർക്കും ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കണമെന്ന് ഇന്ദ്രേട്ടൻ എന്നോട് പറഞ്ഞതാ. ഞാൻ എന്റെ ലക്ഷ്മി മോൾക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി പറഞ്ഞതൊന്നും അല്ല കേട്ടോ. അവൾക്ക് ആവശ്യമുള്ളതൊക്കെ അവളുടെ അച്ഛൻ വാങ്ങി കൊടുക്കുന്നുണ്ട്. പിന്നെ ആർക്കു വേണ്ടിയാ ചേച്ചി പറഞ്ഞത്? എന്റെ മക്കൾക്ക് എന്തെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് കരുതിയോ? അവർക്ക് അച്ഛനില്ലെങ്കിലേ എന്റെ മക്കൾ ഒരു കുറവും വരാതെ വളർത്താൻ എനിക്കറിയാം. അയ്യോ, ഞാൻ ആരും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല ചീരു. നീ ഇനി അതി കയറി പിടിച്ച് വഴക്കുണ്ടാക്കാതെ. വഴക്കല്ല, കാര്യം പറയാം. നമ്മുടെ അച്ഛന്റെ സഹായം ഒഴികെ വേറെ ആരുടെ ഔദാര്യം ഇല്ലാതെ എന്റെ മക്കളെ വളർത്തണമെന്ന് എന്റെ ആഗ്രഹം. അതുകൊണ്ട് ആര് സഹതാപവും സൗജന്യമായിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരരുതെന്നുള്ളൊരു അപേക്ഷയുണ്ട്. ചേച്ചി, നാട്ടു നടപ്പ് വെച്ചേ ഇന്ദ്രൻ ഇങ്ങോട്ട് വരേണ്ടതായിരുന്നെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അല്ലാതെ ചേച്ചി എന്തുദ്ദേശിച്ചാലും ആ വായിന്ന് വീഴുന്ന ചില വാക്യായിട്ടാ മറ്റുള്ളവർക്ക് വേദനിക്കുന്നുള്ളത് സത്യമാ. ഒന്ന് ശ്രദ്ധിച്ച ചേച്ചിക്ക് അത് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അയ്യോ, എനിക്കിനിയിപ്പോ അതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് തോന്നില്ല മഞ്ചാടി. ഇത്രയും കാലം ഇങ്ങനെയൊക്കെ അങ്ങ് പോയില്ലേ. ബാക്കിയുള്ളവരെ വെറുപ്പിക്കുന്നത് ചേച്ചിക്ക് ഒരു സുഖമായിരിക്കും. മഞ്ചാടി മതി, നിർത്ത്. ചേച്ചിയെ നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോയാലും കുഴപ്പമൊന്നും വരത്തില്ലല്ലോ. ഏതായാലും നീ കുറച്ചു കാലം കൂടി എന്നെ സഹിക്കേണ്ടി വരും മഞ്ചാടി. നിനക്ക് കോളേജിൽ പോയി വരാനുള്ള സൗകര്യത്തിന് വേണ്ടിയേ എന്നോടും രഘുവേട്ടനോടും ടൗണിൽ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് താമസിക്കാൻ പറഞ്ഞിരിക്കുക അച്ഛൻ. തിങ്കളാഴ്ച മുതലേ നമ്മൾ ഒരുമിച്ചായിരിക്കും പോകുന്നത്. ഗോകുലേട്ടൻ പുതിയ ഹോസ്റ്റൽ നോക്കാന്ന് പറഞ്ഞാണല്ലോ അച്ഛനോട്. പിന്നെന്താ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ? അച്ഛൻ ഇതാ നല്ലെന്ന് വിചാരിച്ചു കാണും. ഏതായാലും എനിക്ക് ഇപ്പോഴാണ് ആശ്വാസമായത്. രഘുവേട്ടന്റെയും അമ്പിളിച്ചേച്ചിയുടെയും കൂടെ നിന്ന് പഠിക്കുന്നതാവും നിനക്ക് നല്ലത്.